വരില്ല, ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ സെപ്പറേറ്റ് ആണല്ലോ. ഇനി അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ലേഡിയോ അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായ ഒരാൾ വരുന്നെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് അവരെന്നെ കോൺടാക്ട് ചെയ്യുക. ആദ്യം ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് പ്രോഡക്ട്സ് നമ്മൾ അവർക്ക് സപ്ലൈ ചെയ്യും. അപ്പം അവരെ ആരെങ്കിലും വെരിഫൈ ചെയ്ത്, നമുക്ക് അറിയാവുന്ന ആരെങ്കിലും വെരിഫൈ ചെയ്ത് അവരുടെ ക്രെഡൻഷ്യൽസും ഇന്റഗ്രിറ്റിയും കൺഫേംഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ആദ്യമേ അവർക്ക് സപ്ലൈ ചെയ്തിട്ട് അവർ വിറ്റിട്ട് ലാഭം എടുത്ത് ബാലൻസ് നമുക്ക് തന്നാൽ മതി. ആദ്യം പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട, ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ. അതെ, നമുക്ക് വിശ്വാസമുള്ള ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യും. അത് വിറ്റിട്ട് അത് തിരിച്ചു തരിക, അടുത്ത പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാം. ഇത് 2-3 റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കസ്റ്റമറെ കിട്ടിക്കഴിയും. പിന്നെ അവര് പേയ്മെന്റ് ചെയ്ത് പ്രോഡക്റ്റ് എടുക്കണം. ഓക്കെ, ആദ്യം 20 വരുമാനമൊന്നും ഇല്ലാത്ത ആളുകൾ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സമീപിക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാ രൂപത്തിലുള്ള സപ്പോർട്ടും അവർക്ക് ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, സീറോ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ഒരു ജിനു ചോദിക്കുന്നുണ്ട്, ഇതിന് എന്ത് ചിലവ് വരും, അതിന്റെ ഫോർമാലിറ്റീസ്. അതാണ് ഇപ്പൊ പറഞ്ഞത്, ഫോർമാലിറ്റീസ്. ചിലവ് എത്ര വരും എന്നാ ചോദിക്കുന്നത്. നമ്മൾ അതേ പറഞ്ഞല്ലോ, ഒരു ചെലവും ഇല്ല. ജിനുവിന് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ട്, നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ തന്നെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നു. അത് ഇന്റഗ്രിറ്റിയോടുകൂടി വിശ്വാസ്യതയോടെ അത് ചെയ്തിട്ട് വിറ്റിട്ട് അത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, അടുത്ത സെറ്റ് ഓഫ് പ്രോഡക്ട്സ് എടുക്കുക. അതങ്ങനെ റൊട്ടേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ സാറിന്റെ സ്ഥലം, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ജിക്കു. അത് നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ട്, www.nonhalal.in. nonhalal.in. അതിൽ പോയി കഴിഞ്ഞാൽ IN, അതെ, nonhalal.in. അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ ഒന്നുകിൽ മെയിൽ അയക്കുക അല്ലെങ്കിൽ നമ്പറിൽ വിളിക്കുക. എന്നാലും സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞോളൂ സാറേ. 87788333818. ഞാൻ ഒന്നുകൂടെ പറയാം, 87788333818. ഓക്കെ, 87788333818. അതെ, ഇതാണ് സാറിന്റെ നമ്പർ. സാറിന്റെ മെയിൽ ഐഡിയും കൂടി. sales@nonhalal.in. കിട്ടിയല്ലോ, ഒന്നും കൂടി. sales@nonhalal.in. ഓക്കെ, സാറിന്റെ സ്ഥലം? ഞാൻ കൊല്ലത്തുകാരനാണ്, പക്ഷെ ചെന്നൈയിലാണ് സെറ്റിൽഡ്. സെറ്റിൽഡ്. സാർ ആർമിയിൽ നിന്ന് വിരമിച്ചതാണ് അല്ലേ? അതെ, ഞാൻ ആർമിയിൽ കേണലായിട്ട് റിട്ടയർ ആണ്. ഓക്കെ സാർ, ഒന്ന് പറയാമോ അതിനെ കുറിച്ചിട്ട്? എത്ര വർഷമായി, എത്ര വർഷം രാജ്യത്തെ സേവിച്ചു? ഞാൻ 1981 കമ്മീഷൻ ആയത്. 2001 റിട്ടയർ ചെയ്തു. ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തത്. ചില പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട് റിട്ടയർ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. സർ, പൂർണ്ണമായും ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുക, രാജ്യത്തെ സേവിക്കുക എന്നതാണല്ലോ സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ രാജ്യത്തെ ഈ സാഹചര്യത്തിൽ ഞാൻ എന്തെങ്കിലും എന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യണം എന്ന് തോന്നാൻ ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രധാനമായിട്ടൊരു ഇന്റൻഷൻ ഉണ്ടോ? കാരണം നമ്മുടെ രാജ്യം 4 വഴിക്കും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അകത്താണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കളുള്ളത്. കപ്പലിന്റെ അകത്തെ വെള്ളം കപ്പലിനെ മുക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് ഈ രാജ്യത്തിന് തുരങ്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളായി മാറണം എന്ന് സാറിന് തോന്നിയോ? അതിന്റെ അതൊന്ന് പറയാമോ സാർ? അതിനകത്ത് 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം, അത്ര ഇമ്പോർട്ടന്റ് ഇല്ലാത്തൊരു കാര്യം, നമ്മള് കുറെ കാലമായിട്ട് എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പുകളിലുണ്ട്. അപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പില് നമ്മള് മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും, രോഷാകുലരാകും. അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറയുന്നതല്ലാതെ ആരും യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയതും ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയതും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും സർദാർ പട്ടേലിന്റെ ഒക്കെ പേരുണ്ട്. അവരുടെ പിന്നിൽ കോടിക്കണക്കിന് മരിച്ചവരുടെ പേരില്ല. അവരുടെ ത്യാഗത്തെ പറ്റി ആർക്കും അറിയത്തില്ല, ഓർക്കാറുമില്ല. അപ്പൊ അങ്ങനെയുള്ള ത്യാഗികൾ ഉണ്ടെങ്കിലേ ഒരു നെഹ്റുവോ ഗാന്ധിയോ ഉണ്ടാവത്തുള്ളൂ. എല്ലാവർക്കും ഫലം വേണമെന്ന് പറഞ്ഞ് ചെയ്താൽ കാര്യം നടക്കത്തില്ല. അപ്പൊ കുറെ ആളുകളെങ്കിലും
സാക്രിഫൈസ് ചെയ്യാനോ അവരുടെ സമയം ചെലവഴിക്കാനോ ലാഭേച്ഛ ഇല്ലാതെ, എനിക്ക് ലാഭം കിട്ടണം എന്നുള്ള ഇച്ഛയില്ലാതെ നമ്മളെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് ഞാൻ ഇറങ്ങിയത്. അതെ, മറ്റുള്ളവരോട് ചെയ് എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ എന്ത് ചെയ്യണം, ഞാനൊരു മോഡൽ എന്ത് കാണിച്ചു കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് സർ ഇതിന് ചെയ്യാൻ തയ്യാറായത്. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായിരുന്നാലും സാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സാറുമായിട്ട് ബന്ധപ്പെടുക. എന്തായിരുന്നാലും സർ വിലപ്പെട്ട സമയം ഞങ്ങളുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് വളരെയധികം സന്തോഷം. സാറിന്റെ നമ്പറും മെയിൽ ഐഡിയും എല്ലാം ഞാൻ ഈ ലൈവിന്റെ താഴെ പിൻ ചെയ്തിട്ടുണ്ടാകും, കമന്റ് ചെയ്യും. അപ്പോ സാറിന് ഇനി ലാസ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം മാത്രമേ വീണ്ടും പറയാനുള്ളൂ. നമ്മ ഇതിലെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും ജാമിദ ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ടീച്ചറെ സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള നല്ല നല്ല വീഡിയോസ് ടീച്ചർ കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാകട്ടെ. പിന്നെ ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചാനലിൽ ഒരു ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. തീർച്ചയായിട്ടും. ഓക്കെ സർ, ഇൻവെസ്റ്റ് ചെയ്തതിന് വളരെയധികം നന്ദി. ഇനിയും വരണം, വീണ്ടും വരണം, നമ്മൾ വിളിക്കും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓരോ ഇന്ത്യൻ പൗരനും അവര് ചെയ്യട്ടെ, ഇവര് ചെയ്യട്ടെ, മറ്റവര് ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ എന്റെ രാജ്യത്തിനു വേണ്ടി, എന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കു വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, ഉന്നമനത്തിനു വേണ്ടി, ബഹുസ്വരത നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ എന്തായിരിക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് കാണിച്ചു കൊടുക്കാൻ ചിലർ വന്നിട്ട് നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക, നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങൾക്കുള്ള അതേ ബാധ്യതയും നിങ്ങൾക്കുള്ള അതേ പ്രതിബദ്ധത തന്നെ എനിക്കുമുള്ളൂ. പിന്നെ നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട. അതെന്താ നിങ്ങൾ ആ വിഷയം ചെയ്യാത്തത്? നിങ്ങളെന്താ ക്രിസ്ത്യൻ മതത്തെ വിമർശിക്കാത്തത്? നിങ്ങളെന്താ ഹലാലിനെ കുറിച്ച് സംസാരിക്കാത്തത്? നിങ്ങളെന്താണ് അങ്ങനെ പറയുന്നത്? ഞാൻ എന്ത് പറയുന്നു എന്നത് എൻ്റെ താല്പര്യമാണ്. നിങ്ങൾ എന്ത് പറയണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമായിരിക്കണം. ഇത്രയുള്ള വിഷയം. അപ്പോൾ ഒരുപാട് തൊഴിൽ രഹിതരായിട്ടുള്ള വീട്ടമ്മമാരുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് തരാൻ അദ്ദേഹം തയ്യാറാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാം. അതുപോലെ ഒരുപാട് സ്ത്രീകൾ, ആദ്യം ഒന്നാമത്തെ കാര്യം 0 ഇൻവെസ്റ്റ്മെന്റിൽ വേണമെങ്കിലും വിശ്വാസമുള്ള ഒരാൾ റെക്കമെൻഡ് ചെയ്താൽ അദ്ദേഹം പ്രോഡക്റ്റ് തരാമെന്നാണ് പറയുന്നത്. അപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം ഇറക്കി അദ്ദേഹം പ്രോഡക്റ്റ് നമുക്ക് തരുന്നു. പിന്നീട് അത് നമ്മൾ വിറ്റ് നമ്മുടെ ലാഭവും കൂടി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മുതൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ഈ രൂപത്തിൽ ഒരു ബിസിനസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ പോലും ആദ്യം ഒരു പൈസ കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങണം. അത് കഴിഞ്ഞാലാണ് അത് വിൽക്കാനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് നമുക്ക് കിട്ടുക. ഇതങ്ങനെയല്ല. അങ്ങനെ തൊഴിൽ രഹിതരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അത് എല്ലാം വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. സ്കിൻ കെയറും ഹെയർ കെയറും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങളാണ് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം. അദ്ദേഹത്തിൻ്റെ നമ്പരും മെയിൽ ഐഡിയും എല്ലാം ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ വേണ്ടുന്ന ആളുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ബന്ധപ്പെടണം എന്ന് അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ച ഈ വിഷയമായതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റാത്തത്. നോൺ ഹലാലും നമ്മുടെ നാട്ടിലുണ്ട്. അതിനും സശ്രദ്ധം നിർഭയം ചില ആളുകൾ തയ്യാറായിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പൈസ രാജ്യത്തെ സേവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ കൂടി നമുക്ക് ചുറ്റുമുണ്ട് എന്നൊന്ന് അറിയുന്നത് നല്ലതല്ലേ? അതൊന്ന് അറിയിക്കാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. നന്ദി. ഓക്കെ, നമുക്ക് ലൈവ് അവസാനിക്കാം. ചെകുത്താൻ, ഇസ്ലാം ഒരു ബിസിനസ്സാണ്, സംശയമൊന്നുമില്ല. മതത്തേക്കാൾ വലിയൊരു മാർക്കറ്റിംഗ് ഇല്ല, ബിസിനസ് ഇല്ല. അപ്പോൾ നമുക്കിനി വീണ്ടും പിന്നെ കാണാം. നന്ദി.